പോകുന്ന സ്ഥലത്തെല്ലാം കാട്ടുപോത്തുകളും വേഴാമ്പലും മറ്റുള്ള വന്യമൃഗങ്ങളും നിറഞ്ഞ ഒരു കൊടും കാട്ടിനുള്ളിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബംഗ്ലാവിൽ താമസിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. നെല്ലിയാമ്പതിയിലെ പോത്തുണ്ടി ഡാം. ഇവിടുത്തെ ഒരു സിഗ്നിഫിക്കൻറ്റ് ലാൻഡ്മാർക്കായ ഈ സ്ഥലത്തു നിന്ന് തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. പോത്തുണ്ടി ഡാമിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്ററാണ് നെല്ലിയാമ്പതി വരെയുള്ള ഡിസ്റ്റൻസ്. ഈ യാത്രയിൽ തന്നെ ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെയിനായിട്ട് ബോണറ്റ് മെക്കാക്ക് എന്ന് വിളിക്കുന്ന നാടൻ കുരങ്ങുകളെ. ഇവരെ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് കണ്ടുവരുന്നത്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളോട് അടുത്ത് താമസിക്കാനാണ് ഇവർക്കും താല്പര്യം. കേരളത്തിലെ പാലക്കാട് ജില്ലയ്ക്കുള്ളിൽ വരുന്ന നെല്ലിയാമ്പതി റിസർവ് ഫോറസ്റ്റിനകത്താണ് വരുന്നത്. ഒരുപാട് ഹെയർപിൻ ബെൻഡുകളുള്ള ഈ ഒരു റോഡ് വെസ്റ്റേൺ ഗാട്ട്സിലെ ഫോറസ്റ്റുകൾക്കുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. നെന്മാറയും കൊല്ലങ്കോടുമാണ് നെല്ലിയാമ്പതിക്ക് ഏറ്റവും അടുത്തുള്ള 2 സിറ്റീസ്. മനോഹരമായ മലനിരകൾ സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതി കേരളത്തിന്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തേയില, കാപ്പി, ഓറഞ്ച് തുടങ്ങിയവയുടെ കൃഷിയാണ്. ഒരു റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം വന്യമൃഗങ്ങളും ഉണ്ട്. കടുവ, പുലി, കരടി ഉൾപ്പെടെ കേരളത്തിൽ കാണപ്പെടുന്ന മിക്കവാറും വന്യജീവികളെയും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി ഫോറസ്റ്റ്. എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള നീൽഗിരി മാർട്ടിനെ വരെ ഇവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോട്ടോഗ്രാഫേഴ്സ് പാരഡൈസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയ സൈറ്റിംഗ് മലയണ്ണാൻ്റെയാണ്. മലബാർ ജയന്റ് സ്ക്വയർ. സിംഹവാലൻ കുരങ്ങ് അഥവാ ലയൺ ടെയിൽഡ് മെക്കാക്ക്. സൗത്ത് ഇന്ത്യയിലെ വെസ്റ്റേൺ ഗാട്ട്സിൽ മാത്രമാണ് ഇവരെ കാണപ്പെടുന്നത്. ഇവരെ വാൻഡറു എന്നും വിളിക്കാറുണ്ട്. അറ്റത്ത് മാത്രം രോമമുള്ള സിംഹത്തിനെ പോലെ നീണ്ട വാലുകളാണ് ഇവർക്ക് ആ പേര് നേടിക്കൊടുത്തത്. പിന്നെ സിംഹത്തിനെ പോലെ മുഖത്ത് സടയുമുണ്ട്. കൂടുതൽ സമയം ഇവരെ വലിയ ഗ്രൂപ്പ്സ് ആയിട്ടാണ് കാണപ്പെടാറ്. കേരളത്തിൻ്റെ സ്റ്റേറ്റ് ബേർഡായ ഗ്രേറ്റ് ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പൽ. ഇന്ത്യയിൽ കാണപ്പെടുന്ന 9 തരം ഹോൺബില്ലുകളിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഗ്രേറ്റ് ഹോൺബിലാണ്. മലയാളത്തിൽ ഇവരെ മരവിത്തൽച്ചി എന്നും വിളിക്കാറുണ്ട്. ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബിൽ എന്നുള്ള പേരിലും ഇവർ അറിയപ്പെടാറുണ്ട്. കേരളത്തിൻ്റെ കൂടാതെ അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണിത്. മലകളിൽ എക്കോ ചെയ്യുന്ന സൗണ്ടും ഹെലികോപ്റ്റേഴ്സ് പറക്കുന്ന തരത്തിലുള്ള ചെറുകടി ശബ്ദവുമാണ് ഇവർക്ക് ഈ മലമുഴക്കി എന്നുള്ള പേര് നേടിക്കൊടുത്തത്. ഈ വീഡിയോയിൽ ഇനിയും ഒരുപാട് വേഴാമ്പലിനെ കാണും എന്നുള്ളതുകൊണ്ട് എന്തുകൊണ്ട് ഇവർ സംസ്ഥാന പക്ഷിയായി എന്നുള്ള കാര്യം നമുക്കപ്പോൾ ഡിസ്കസ് ചെയ്യാം. പാലക്കാട് ജില്ലയിലാണെങ്കിലും ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് നെല്ലിയാമ്പതിയിലെ ക്ലൈമറ്റ് എപ്പോഴും പ്ലസൻ്റ് ആണ്. മിക്കവാറും കോടമഞ്ഞ് മൂടിയ ഒരു ക്ലൈമറ്റാണ് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു കാട്ടുപന്നി പെട്ടെന്ന് ഓടിപ്പോയി, പക്ഷേ വീഡിയോ എടുക്കാനുള്ള സാവകാശം അവൻ തന്നില്ല. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് നെല്ലിയാമ്പതിയിലെ മിസ്റ്റി വാലി ഹിൽ റിസോർട്ട്സിലാണ്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമ്മുടെ വണ്ടിക്ക് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്നുള്ളൊരു ജീപ്പ് വന്നിട്ടാണ് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനായിട്ട് നമ്മളൊരു അഡീഷണൽ എമൗണ്ട് പേ ചെയ്യണം. ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് പെർ ജീപ്പ് 4000 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് എന്നാണ്. മിസ്റ്റി വാലിയിലേക്ക് പോകാനായി നമ്മൾ യൂസ് ചെയ്യുന്നത് ആനമട എസ്റ്റേറ്റിലേക്കുള്ള റോഡാണ്. നെല്ലിയാമ്പതിയെ പറമ്പിക്കുളവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ റോഡ് പക്ഷെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല. തദ്ദേശവാസികൾക്കും എസ്റ്റേറ്റ് തൊഴിലാളികൾക്കും മാത്രമാണ് ആ റോഡ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. പോകുന്ന വഴിക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഈ കാണുന്ന പാറപ്പുറത്ത് ചെറിയൊരു അമ്പലമുണ്ട്. ഇതൊരു വ്യൂ പോയിന്റും കൂടെയാണ്. മുമ്പൊരിക്കൽ മിസ്റ്റി വാലി വന്ന് തിരിച്ചു പോകുമ്പോൾ ഈ റോഡിൽ ഒരു മെയിൽ ഗോർ റോഡ് ബ്ലോക്ക് ചെയ്ത് കിടന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതാ ദൂരെയായിട്ടൊരു വൈൽഡ് ഗോർ നിൽക്കുന്നുണ്ട്. പോത്തുമായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം കാട്ടുപോത്താണ്. ഇതിനെ കാട്ടുപോത്തെന്ന് വിളിക്കണോ കാട്ടി എന്ന് വിളിക്കണോ എന്നൊക്കെ പലതരത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്.
പക്ഷേ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ കാട്ടുപോത്തുന്നായതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ കാട്ടുപോത്തെന്ന് തന്നെ പറയാം. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ റീസൺ ഈ വീഡിയോയിൽ ഇവരെ ഒരുപാട് തവണ കാണാൻ കഴിയും. ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള വ്യൂസാണ് നമുക്കിവിടെ നിന്നാണ് കിട്ടുന്നത്. ചുറ്റുമുള്ള വെസ്റ്റേൺ ഗാർഡ്സിലെ മലകളും കാടും മഞ്ഞും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ്. കേരളത്തിൻ്റെ ഊട്ടിയിൽ നിന്ന് ഇതിനെ വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ബട്ട് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയുടെ ആവശ്യം ഈ സ്ഥലത്തിനില്ല. ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ജീപ്പ്. ഈ കാടും മലയും നിറഞ്ഞ സ്ഥലത്ത് ആ ചെറിയ വഴിയിലൂടെ ജീപ്പ് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നേരം ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് അധിക സമയം അവിടെ നിൽക്കാതെ നമ്മൾ നേരെ മിസ്റ്റി വാലിയിലേക്ക് പോയി. റിസോർട്ടിൽ എത്തിയപ്പോഴേക്കും ഏകദേശം രാത്രിയായിരുന്നു. കാടായതുകൊണ്ട് തന്നെ വെളിച്ചം പെട്ടെന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. റിസോർട്ടിൻ്റെ മെയിൻ ഏരിയയിൽ നിന്നും മാറിയിട്ടൊരു ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. ഈ ഭാഗത്തെ കാഴ്ചകളെല്ലാം നമുക്ക് രാവിലെ കാണാം. പക്ഷെ കാണാനുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറയെ കാട്ടുപോത്തുകളാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിക് ഫെൻസിങ്ങോ കിടങ്ങുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാട്ടുപോത്തുകൾ എപ്പോഴും നമ്മൾ പോകുന്ന റോഡിൽ തന്നെ ഉണ്ടാവും. മനുഷ്യരെ കണ്ട് നല്ല ശീലമുള്ളതുകൊണ്ടാവണം ആരും അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്നും കാണിച്ചില്ല. ഇതാ പോകുന്നത് കണ്ടോ, ഉഗ്രൻ ഒരു മെയിൽ ഗോർ. ഇത്രയും കാട്ടുപോത്തുകളെ പ്രതീക്ഷിക്കാണ്ട് കണ്ടതിനൊരു അങ്കലാപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിലും ഡ്രൈവർ പറഞ്ഞത് ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണെന്നാണ്. ഇതാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ച ഇവിടുത്തെ കരടി ബംഗ്ലാവ്. ബംഗ്ലാവ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇതൊരു വീട് എന്ന് വേണം പറയാനായിട്ട്. ആളില്ലാത്ത സമയത്ത് കരടി കയറി കിടക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ കരടി ബംഗ്ലാവ് എന്ന് അവർ വിളിക്കുന്നത്. വലിയ ഗ്രൂപ്പുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ ആണിത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ റൂം. ഇതിൽ 3 ബെഡുകളും അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. പിന്നെ ഉള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡബിൾ റൂമാണ്. ഈ ഒരു ഹാളിൽ 6 ബെഡുകളുണ്ട്. പക്ഷേ ബാത്റൂം കോമൺ ആയിട്ട് നമ്മൾ മറ്റേ ബാത്റൂംസാണ് യൂസ് ചെയ്യേണ്ടത്. നല്ല പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് അവരത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കിച്ചൺ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വിറകടുപ്പാണ്, ഗ്യാസ് സ്റ്റവ് അവൈലബിൾ അല്ല. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്നലെ ജീപ്പിൽ വന്ന വഴി മൊത്തം നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും അനിമൽസിനെ കാണുകയും ചെയ്യാം. ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്തുള്ള അമ്പലമാണിത്. ഇവിടെ ഇപ്പോഴും പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഒരു 100 നൂറ്റാണ്ടിന് മുകളിൽ പഴക്കമുള്ള ഒരു എസ്റ്റേറ്റാണിത്. അതുകൊണ്ട് പഴയ പല ബിൽഡിങ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിവിടുത്തെ മറ്റൊരു സ്റ്റേ ആയ ബ്രൂക്ക് വ്യൂ ആണ്. ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. നെല്ലിയാമ്പതിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് പോകുന്ന റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഈ നടക്കുന്നത്. മരക്കൊമ്പിലിരിക്കുന്നതാണ് യൂറേഷ്യൻ ഈഗിൾ ഔൾ. മലയാളത്തിൽ കൊമ്പൻ മൂങ്ങ എന്നാണ് ഇവരെ വിളിക്കാറ്. മൂങ്ങവർഗത്തിലെ ഏറ്റവും വലിപ്പമുള്ള ജീവികളിൽ ഒന്നാണ് ഈഗിൾ ഔൾ. ഇവരെ ഇന്ത്യൻ ഈഗിൾ ഔൾ, ബംഗാൾ ഈഗിൾ ഔൾ, റോക്ക് ഈഗിൾ ഔൾ എന്നും വിളിക്കാറുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഇവരുടെ കരച്ചിൽ കേൾക്കാറുണ്ട്. ചെറിയ റോഡൻസിനെയും പക്ഷികളെയൊക്കെയാണ് ഇവർ പൊതുവെ ഭക്ഷിക്കാറ്. ഇതാണ് മിസ്റ്റി വാലി ഹിൽ റിസോർട്ടിൻ്റെ മെയിൻ ഏരിയ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡൈനിങ്. ഇവിടെ തന്നെ മൾട്ടിപ്പിൾ കോട്ടേജസ് അവൈലബിൾ ആണ് സ്റ്റേക്കായിട്ട്. ഓരോ ബിൽഡിങ്ങിലും ഇവർ റെഡ് ഹൗസ്, വൈറ്റ് ഹൗസ് അങ്ങനെ പേരുകളും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫെൻസിങ്ങോ കിടങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ മിനിറ്റിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ നൈറ്റ് ഒരു സഫാരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് പോകാം. ഫുഡ് കഴിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഇവിടെയാണ് വരേണ്ടത്. രാത്രിയാണെങ്കിൽ ജീപ്പ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുവരും. റിസോർട്ടിലേക്ക് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സോളാർ പാനൽസ് വെച്ചിട്ടാണ്. മരക്കൊമ്പിലിരുന്ന് പേരയ്ക്ക് കഴിക്കുന്ന ആശാനാണ് റോസ് റിംഗ്ഡ് പാരക്കീറ്റ് അഥവാ മോതിരത്തത്ത. തത്തവർഗത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റോസ് റിംഗ്ഡ് പാരക്കീറ്റ്സിനെയാണ്. നാട്ടുതത്ത, വാലൻ തത്ത, പഞ്ചവർണ്ണക്കിളി എന്നൊക്കെ ഇവർ വിളിക്കാറുണ്ട്.
ഇതാണ് കോഴി വേഴാമ്പൽ എന്ന് വിളിക്കുന്ന മലബാർ ഗ്രേ ഹോൺബിൽ. വെസ്റ്റേൺ ഗാട്ട്സിലെ സൗത്ത് ഇന്ത്യൻ ഹിൽസിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാട്ടുപക്ഷിയാണിത്. കേരളത്തിലെ മഴക്കാടുകളിലും ഇലപുഴിയും കാടുകളിലും ഇവരെ ധാരാളമായിട്ട് കാണാൻ പറ്റും. പൊട്ടൻ വേഴാമ്പൽ, മഴയമ്പുള്ള്, ചരടൻ കോഴി എന്നൊക്കെ ഇവരെ വിളിക്കാറുണ്ട്. ഇവർക്കൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവമേ ഇല്ല. വെസ്റ്റേൺ ഗാട്ട്സിൽ കണ്ടുവരുന്ന ഒരു ഫ്രോഗാണ് ബൈ കളേർഡ് ഫ്രോഗ് അഥവാ കാട്ടുമണവാട്ടി. ട്രിപ്പിന് വന്നവരെല്ലാം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ജീപ്പ് എടുത്ത് ചെറിയൊരു സഫാരിക്ക് പോവാണ്, എന്തെങ്കിലുമൊക്കെ അനിമൽ സൈറ്റിംഗ് കിട്ടുമോ എന്ന് അറിയാനായിട്ട്. ആനപ്പിണ്ടം നല്ല ഫ്രഷാണ്. ആനകൾ ഇതുവഴി കടന്നു പോയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഷോർട്ട് കട്ട്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വളഞ്ഞു പോകുന്നൊരു വഴിയുണ്ടെങ്കിൽ ഷോർട്ട് കട്ടിൽ അവരിങ്ങനെ ഞെരങ്ങി പോകാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയൊരു പാത്താണ് കണ്ടത്. സൈഡിൽ നിന്നെല്ലാം കൊമ്പ് വെച്ച് കുത്തി മണ്ണെടുത്ത് ദേഹത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. ശരിക്കും കാടുകളിൽ വഴിയുണ്ടാക്കുന്നത് ആനകളാണ്. അവരുണ്ടാക്കിയ പാത്താണ് നമ്മൾ പല കാടുകളിലും ട്രെക്ക് പാത്തായിട്ട് യൂസ് ചെയ്യുന്നത്. ആന ചവിട്ടിയ സ്ഥലമാണ് ഈ കുഴി പോലെ കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയുണ്ടെങ്കിലും ആന എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഇത് വൈൽഡ് ഡോഗ്സിൻ്റെ പക്മാർക്കാണ്. വന്നതുപോലെ അത്ര ഈസി ആയിരുന്നില്ല തിരിച്ചു പോകാനായിട്ട്. കരിങ്കല്ല് പാകിയ വഴികളാണ്. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നല്ല സ്റ്റീപ്പാണ്. മഴ പെയ്തിട്ട് നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ടയർ നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. കല്ല് പാറക്കല്ല് പോളിഷായിട്ട് കിടക്കുന്നു. ഓ പണിപ്പാള് ഇല്ല ഇനി. പോട്ടെ കുറച്ചുകൂടെ മേലെ നിർത്തിക്കും. ഇല്ല ഈ ടയർ പൊങ്ങി നിൽക്കുക. ഇല്ല ഓക്കെ. സഫാരിക്ക് ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ ചെറിയൊരു ട്രെക്കിങ്ങും നമ്മൾ ചെയ്തു. വീണ്ടും ഗ്രേറ്റ് ഹോൺബില്ലിൻ്റെ ഒരു പേരിനെ കിട്ടിയിട്ടുണ്ട്. മിസ്റ്റി വാലിയുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ നമുക്ക് ഒരുപാട് കറങ്ങാനുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ കണ്ട കാട്ടുപോത്തിൻ്റെ കൂട്ടമാണ്.
ഇതാണ് ഇവിടുത്തെ ഹെറിറ്റേജ് ബംഗ്ലാവ്. ബ്രിട്ടീഷ് എറയിൽ പണിതതാണ് ഈ ഒരു ബംഗ്ലാവ്. ഏകദേശം 125 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ട്. ഇവിടുത്തെ ഏറ്റവും മികച്ച ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു ബംഗ്ലാവാണിത്. ഇതിൻ്റെ മുന്നിലായിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ല. ഹെറിറ്റേജ് ബംഗ്ലാവിനുള്ളിൽ സ്റ്റേ ചെയ്യാനായിട്ട് 5 റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 3000 റുപ്പീസാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് 1 നൈറ്റിന്. ഫെൻസിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് സമയത്തും ഒരു വൈൽഡ് അനിമലിനെ കാണാനുള്ള ചാൻസസ് ഇവിടെ നിന്നാൽ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിയ ഒരാളാണ് വഴിമുടക്കി ഇങ്ങനെ നിൽക്കുന്നത്. ഒരു വലിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നടന്ന് നമുക്കിത് കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല. വീണ്ടും ദാ ഒരു കൂട്ടം കാട്ടുപോത്ത്. ഇത്തവണ ഒരു ചെറിയ കുഞ്ഞുണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ നിറയെ ഫ്രഷ് ആയിട്ടുള്ള പുല്ല് അവൈലബിൾ ആയതുകൊണ്ട് ദാ കാട്ടുപോത്തും മ്ലാവും എല്ലാം ഒരുമിച്ച് നിന്ന് മേയുന്നു. വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് ഇവർ തമ്മിൽ ഫുഡിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മത്സരമൊന്നുമില്ല. ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഒരു സ്കാർസിറ്റി ഉണ്ടെങ്കിൽ അതും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആഫ്റ്റർ ഓൾ കാട്ടിലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണല്ലോ. കാട്ടുപോത്ത് അഥവാ ഗോർ 400 മുതൽ 1500 കിലോ വരെ ഭാരം വയ്ക്കാറുണ്ട്. മെയിലാണ് 1500 കിലോയൊക്കെ വരുന്നത്. സോഷ്യൽ അനിമൽസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഗ്രൂപ്പിലാണ് ഇവരെ കാണപ്പെടാറ്. 30 മുതൽ 40 എണ്ണം വരെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവാറുണ്ട്. ഗോറിനുള്ളത് കോൺവെക്സ് ഷേപ്പിലുള്ള ഒരു ഫോർഹെഡാണ്. ആണിനും പെണ്ണിനും കൊമ്പുണ്ടാവുമെങ്കിലും ആണിൻ്റെ കൊമ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാം. കുറച്ചുകൂടി വീതിയിൽ തിക്കായിട്ടുള്ള കൊമ്പുകളായിരിക്കും. ജീപ്പിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. പോകുന്ന വഴി മൊത്തം വീണ്ടും കാട്ടുപോത്തുകളാണ്. ഒരുപാടുണ്ട്, 10 രൂപ ഉണ്ടെന്ന്. പോലെ കയറിപ്പോയി. ഇതൊക്കെ ഒരു കാണാൻ വേണ്ടി ഓടും. ഫ്രണ്ട് നിൽക്കുമ്പോൾ ആർക്കും വേണ്ട. ഇവനായിരിക്കും ഇതിന്റെ തന്നെ നേതാവ്. ഈ പോണ അഹങ്കാരം കണ്ടില്ലേ? അമ്മുമ്മയായിരിക്കും ഇത് ശരിക്കും അല്ലേ? ഇത് നല്ല പ്രായമുള്ള ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്ന ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങി. ഇന്നലെ താമസിച്ച ബ്രൂക്സ് വ്യൂയുടെ തൊട്ട് മുന്നിലായിട്ട് തന്നെ ചെറിയൊരു സ്ട്രീം ഒഴുകുന്നുണ്ട്. ആ ഒരു പരിസരത്തൊക്കെ ഏതെങ്കിലുമൊക്കെ അനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് നടന്നു നോക്കി. അങ്ങനെ കണ്ടതാണ് ഈ ഒരു ഫോറസ്റ്റ് ലിസാർഡിനെ. മലയാളത്തിൽ കാട്ടുപച്ചയൊന്ത് എന്ന് പറയാറുണ്ട്. റീസെൻ്റായിട്ട് സ്കിന്ന് ഷെഡ് ചെയ്തുകൊണ്ട് നല്ല തിളക്കമായിരുന്നു വെയിലത്ത് കാണാനായിട്ട്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് നീൽഗിരി ലംഗൂർസിനെ നമുക്ക് കാണാം.
കരിങ്കുരങ്ങ്, കരിമന്തി എന്നൊക്കെയാണ് ഇവരെ ലോക്കലി അറിയപ്പെടുന്നത്. ഇത് മലബാർ ട്രോഗൻ്റെ ഫീമെയിലാണ്. മലയാളത്തിൽ തീക്കാക്ക എന്ന് പറയും. ഒരു ഫ്ലൂറസൻ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ മെയിലിന് വരുന്നത്. ഒരു മലയണ്ണാൻ കാര്യമായിട്ടിരുന്ന് ഫുഡ് അടിക്കുകയാണ്. അണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ജീവിയാണ് ഇന്ത്യൻ ജയൻറ്റ് സ്ക്വിറൽ എന്ന് വിളിക്കുന്ന മലയണ്ണാൻ. ഇതിന് മുന്നേ ഞാൻ മിസ്റ്റി വാലിയിൽ വന്ന സമയത്ത് സഫാരി തീർന്ന് തിരിച്ചു വരുമ്പോൾ ഈ ഒരു റോഡിലൂടെ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് വന്നു കയറി. ഏകദേശം നേരെ ഇരുട്ടി തുടങ്ങാറായ സമയത്തായിരുന്നു അത്. 2 കാട്ടുപോത്തുകൾ ഓടിപ്പോകുന്നത് കണ്ടിട്ട് അവരെ ഫോളോ ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് മുമ്പോട്ട് നീങ്ങുമ്പോൾ കാണുന്നത് ആ ഒരു വാലിയിൽ ഏകദേശം 150ഓളം കാട്ടുപോത്തുകൾ ഒരുമിച്ച് നിന്ന് മേയുന്നതാണ്. ഇന്നും ആ പ്രതീക്ഷയിൽ അങ്ങോട്ട് പോയെങ്കിലും കാട്ടുപോത്തുകളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. തിരിച്ച് നെല്ലിയാമ്പതിയിലെ പാർക്കിംഗ് സ്പേസിലേക്ക് പോകുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത്. ജീപ്പ് പോകുന്ന പാത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 1-2 അത്തിമരങ്ങളുണ്ടായിരുന്നു. അതിൽ 3 വേഴാമ്പലുകൾ, അതിൽ ഒരു മെയിലും ഫീമെയിലും പിന്നൊരു കുഞ്ഞും. ഏകദേശം 1.5 മണിക്കൂറാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. ഗ്രേറ്റ് ഹോൺബിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ വേഴാമ്പലുകളിൽ ഏറ്റവും വലിപ്പം കൂടിയ സ്പീഷീസാണിത്. ഇന്ത്യയിൽ ഏകദേശം 9 തരം വേഴാമ്പലുകളെയാണ് കാണപ്പെടാറ്. അതിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ള വേഴാമ്പലും ഇത് തന്നെയാണ്. വളരെ യുണീക്കായിട്ടുള്ള ഇവരുടെ ആ കൊക്കും ബ്ലാക്കും വൈറ്റും ചേർന്ന തൂവലുകളും തലയിലും കൊക്കിലുമായിട്ട് വരുന്ന മഞ്ഞ കളറുമെല്ലാം ഇവരെ ഒരു യുണീക്കായിട്ടുള്ളൊരു സ്പീഷീസായിട്ട് മാറ്റി നിർത്തുന്നു. മലയാളത്തിൽ മലമുഴക്കി വേഴാമ്പലുകൾ എന്നാണ് ഇവരെ വിളിക്കാറ്. അതിനുള്ള റീസൺ പറക്കുന്ന സമയത്ത് ഇവരുടെ ചിറകടിച്ചുണ്ടാകുന്ന ഒരു സൗണ്ടാണ്. നല്ല വലിപ്പമുള്ളൊരു പക്ഷിയായതുകൊണ്ട് തന്നെ ഇവരുടെ ചിറകടിക്ക് നല്ല സൗണ്ടാണ്. ഈ അത്തിപ്പഴമൊക്കെ കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഇവർ വെജിറ്റേറിയൻസ് അല്ല. തരം കിട്ടിയാൽ ചെറിയ പ്രാണികളെയും ഈവൻ റോഡൻസിനെ വരെ അകത്താക്കാറുണ്ട്. എന്തുകൊണ്ടാണ് വേഴാമ്പലുകൾ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയൊക്കെ സ്റ്റേറ്റ് ബേർഡ് ആയത് എന്നറിയാമോ? എൻഡമിക്കായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നത് ഒരു റീസൺ തന്നെയാണ്. പക്ഷേ അതല്ലാണ്ട് വേറൊരു റീസൺ ഉണ്ട്. ഇവരുടെ ഫാമിലി വാല്യൂസ് ആണത്. സയൻറ്റിഫിക്കലി ഈ ഒരു വാദത്തിന് പല ചലഞ്ചസും വരുന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു മൊണോഗമസ് സ്പീഷീസായിട്ട് ഇവോൾവ് ആയി വന്നിട്ടുണ്ട്. അതായത് ഒരു വേഴാമ്പലിന് ഒരു ഇണയെ ഉണ്ടാവാറുള്ളൂ. മിക്കപ്പോഴും ഇവരെ ഒരുമിച്ച് തന്നെയാണ് കാണാറ്. മെയിൽ ഹോൺബിലിൻ്റെ കണ്ണ് ചുമന്ന കളറും ഫീമെയിലിൻ്റെ കണ്ണ് വെള്ള കളറുമായിരിക്കും. ഇതാണ് ഇവരെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം. ഈ ഇരിക്കുന്നത് ഒരു ജുവനൈൽ ഹോൺബിലാണ്. അതിൻ്റെ കളറും വലിപ്പമൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഗ്രേറ്റ് ഹോൺബിലിൻ്റെ കുഞ്ഞുങ്ങൾ 9 മാസം മുതൽ 1 വയസ്സ് വരെ പാരൻസിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവാറ്. ബ്രീഡിംഗ് സീസൺ ആവുന്ന സമയത്ത് ഫീമെയിൽ ആയിട്ടുള്ള വേഴാമ്പൽ ഏതെങ്കിലും ഒരു വലിയ മരത്തിൻ്റെ പൊത്ത് കണ്ടുപിടിക്കുന്നു. പിന്നീട് സ്വന്തം കാഷ്ടവും ചെളിയും എല്ലാം ചേർത്തിട്ട് ആ മരപ്പൊത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. പക്ഷേ അതിലൊരു ചെറിയ ഹോള് അവർ നേർവര പോലെ ഇട്ടിട്ടുണ്ടാവും. അതുവഴിയാണ് ഇവർ ഫുഡ് കഴിക്കുന്നതും പിന്നീട് വേസ്റ്റ് എല്ലാം പുറത്ത് കളയുന്നതും. ഏകദേശം 4 മാസമാണ് ഈ ഒരു നെസ്റ്റിനകത്ത് ഫീമെയിൽ പുറത്തിറങ്ങാണ്ട് കഴിച്ചു കൂട്ടുന്നത്. അതായത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊന്ന് വലുതാകുന്നത് വരെ. ഈ സമയം മുഴുവനും മെയിലായിട്ടുള്ള ഹോൺബിലാണ് ഇവർക്ക് വേണ്ട ഫുഡെല്ലാം എത്തിക്കുന്നത്. ഒരു ദിവസം തന്നെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് ഫുഡ് കുറച്ചായിട്ട് കൂട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു ടൈം വളരെ ക്രൂഷ്യലാണ്. കാരണം ആൺപക്ഷിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ആൺപക്ഷി വരാണ്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ അമ്മയും കുഞ്ഞുങ്ങളും ആ കൂട്ടിൽ കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ. ഇത്രയും ഹെക്റ്റിക്കായിട്ടൊരു ജോലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രകൃതി തന്നെ ഇവരെ മൊണോഗമസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്.
3-4 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അല്പം വലുതാവും. ആ സമയത്ത് ഫീമെയിൽ ബേർഡ് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ആ കൂട് സീൽ ചെയ്യും. പിന്നെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡ് കൊണ്ടുവരുന്നത്. ഒരു ബ്രീഡിംഗ് സീസണിൽ 1 മുതൽ 3 മുട്ടകൾ വരെ വേഴാമ്പലുകൾ ഇടാറുണ്ട്. ഏകദേശം 28 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. പറക്കാനുള്ള ചിറകെല്ലാം വന്നു കഴിയുമ്പോഴേക്കും കൂട് പൊളിച്ച് കുഞ്ഞുങ്ങളെല്ലാം പുറത്തു വരും. വേഴാമ്പലുകളെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ കിട്ടിയൊരു വിഷ്വലാണ് ഈ അറ്റ്ലസ് മോത്ത് അഥവാ സർപ്പശലഭത്തിൻ്റേത്. ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണ് അറ്റ്ലസ് മോത്ത്. ദാ ഒരു ഫാമിലി മൊത്തം ഒറ്റ ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിഷ്വൽസ് കാരണമാണ് വേഴാമ്പലുകളെ എപ്പോഴും സ്നേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് കാണുന്നത്. വേഴാമ്പലുകൾക്ക് അവരുടെ ശരീരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ തലയാണുള്ളത്. അപ്പോൾ ഈ ഒരു തല ഹോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ താങ്ങാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്യൂസ് ചെയ്ത ഒരു വേർട്ടിബ്രയാണ്. അതായത് അവരുടെ കഴുത്തിലെ 2 കശേരുക്കൾ ഫ്യൂസ് ചെയ്ത് ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല വലിപ്പം തോന്നുമെങ്കിലും ആക്ച്വലി അവരുടെ കൊക്കിന് അത്ര വെയിറ്റ് ഇല്ല. ഇവരെ ചിറകടിക്കുന്ന സൗണ്ട് ഏകദേശം 800 മീറ്റർ അകലെ വരെ കേൾക്കാനായിട്ട് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അഡൾട്ടായിട്ടുള്ളൊരു ഹോൺബിൽ അറ്റ് എ ടൈം 150 ഫിഗ് വരെ കഴിക്കാറുണ്ട്. നെസ്റ്റിങ്ങിൻ്റെയും ബ്രീഡിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഹെക്റ്റിക് ആയിട്ടുള്ള ജോലി കാരണം പലപ്പോഴും മെയിൽ ഹോൺബിൽ ചത്തുപോകാറുണ്ട്. മിസ്റ്റി വാലിയിലേക്കുള്ള യാത്രയുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ചാനൽ ഷുവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബിക്കോസ് യുവർ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ടു മീ. എൻ്റെ യാത്രകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് DM ഓർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോൺടാക്ട് മീ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു ദ ചാനൽ. See you soon with the next one. Until then, adios amigos.